ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ട് ഞങ്ങൾ പാതിരാ കുർബാന കണ്ട പോണത്. ഞങ്ങൾ കൊടുത്ത സാരിയാണ് അമ്മച്ചി കൊടുത്തേക്കണത്. അമ്മച്ചിക്ക് സാരി ഭയങ്കര ഇഷ്ടമായും ചെയ്തു. അപ്പോൾ പപ്പ രാവിലെയാണ് പള്ളിയിൽ പോയത്, ഞങ്ങൾ രാത്രി. അപ്പോൾ അങ്ങനെ പള്ളിയിലെ കുർബാനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ചെറിയൊരു പ്രദക്ഷിണവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ പ്രദക്ഷിണവും കാര്യങ്ങളെല്ലാം കയറി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് അവിടെ ചായയും ലഡുവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ എപ്പോഴും ഈസ്റ്റർ എഗ്ഗാണ് തരുന്നത്. ഈ പ്രാവശ്യം എന്നല്ല, ഇപ്പോൾ കുറച്ച് നാളായിട്ട് ലഡു ആണ് കൊടുക്കണതെന്നാണ് അമ്മച്ചി പറഞ്ഞത്. അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും അമ്മച്ചി കുക്കിംഗ് തുടങ്ങി. പാതിരാ കുർബാനക്ക് പോയതുകൊണ്ട് അമ്മച്ചി പറഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് അമ്മച്ചി ഞങ്ങളെ വിളിച്ചില്ല. അങ്ങനെ ഇച്ചായുടെയും എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പണിയിലോട്ട് കയറിയിട്ട് എനിക്കിങ്ങനെ ചെറിയ ചെറിയ ഉള്ളി പൊളിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അമ്മച്ചി ബാക്കിയുള്ള കറികളെല്ലാം ഞാൻ എല്ലാം അരിഞ്ഞു കൊടുക്കുകയും അടുപ്പിച്ച് കൊടുക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് അമ്മച്ചി എല്ലാ കറികളും റെഡിയാക്കി ചെയ്തത്. ഉണ്ടാക്കിയ ഈസ്റ്റർ വിഭവങ്ങൾ ഇതൊക്കെ ഉണ്ട്. താറാവ് ഉണ്ടായിരുന്നു, കരളുണ്ടായിരുന്നു, പിന്നെ പോർക്ക് ഉണ്ടായിരുന്നു, ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു, ഫിഷ് പപ്പാസ് ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. ഒരു വെജും ഉണ്ടായിരുന്നില്ല, എല്ലാം നോൺ വെജ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവരെപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടാണ് എല്ലാ ദിവസവും കഴിക്കുന്നത്. ഉച്ചക്കത്തെ ഫുഡ് രാത്രി മാത്രമേ ഇവർ കഴിക്കാറുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങളും അവരൊപ്പം കൂടി ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് 12 മണിയാകുമ്പോൾ തന്നെ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾക്കൊന്ന് എറണാകുളം വരെ പോകാനുണ്ടായിരുന്നു. അങ്ങനെ എറണാകുളമൊക്കെ പോയി കഴിഞ്ഞ് വന്നതിന് ശേഷം ചേച്ചി പറഞ്ഞു വാ നമുക്കൊരു സ്ഥലം വരെ പോകാൻ തന്നെ മുണ്ടമ്പാടത്ത് തന്നെ കൊണ്ടുപോയിട്ടോ. ഇത് നമ്മളുടെ കരിക്ക് വെബ് സീരീസ് ഇല്ലേ, അതും പിന്നെ അതേപോലെ തന്നെ കുറേ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ സ്ഥലത്ത്. അപ്പോൾ അവിടെ കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ഇത്രയുള്ളൂ.